ഇന്നത്തെ കുറച്ച് ട്രെൻഡിങ് ഫുഡ് ഐറ്റംസ് ആയ മന്തി, കബ്സ, അൽഫാം, ബാർബിക്യൂ അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി എന്ത് ഫാസ്റ്റ് ഫുഡ് കഴിച്ചാലും ഒരു പെപ്സി അല്ലെങ്കിൽ ഒരു സ്പ്രൈറ്റ് ഇത് കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലേ. ഇത് കുടിച്ചാലേ ദഹനം അങ്ങോട്ട് നന്നായിട്ട് കറക്റ്റായിട്ട് നടക്കുള്ളൂ. അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ല എന്ന് ചോദിച്ചാൽ ശരിയല്ല. അപ്പോൾ ഇത് ദഹനം നടക്കോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ടോപ്പിക്ക്. ഇത് കുടിക്കുന്നത് കൊണ്ട് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സും നമ്മുടെ പല്ലും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് നോക്കിയാലോ. ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതിനകത്ത് മെയിനായിട്ടും അസിഡിക് ആയിട്ടുള്ള കണ്ടൻസും ഉണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ ഷുഗേഴ്സും ആണ് ഉള്ളത്, പിന്നെ കുറച്ച് ഗ്യാസ് എഫക്റ്റിന്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അസിഡിക് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഹെവി മീൽ കഴിക്കുമ്പോൾ നമ്മുടെ വായിലെ pH നന്നായിട്ട് കുറയും. അതിൻ്റെ കൂടെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സും കൂടി എടുക്കുമ്പോഴത്തേന് നമ്മുടെ വായിൽ നന്നായിട്ട് ബാക്ടീരിയകൾ പ്രവർത്തിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ വായിലെ pH നന്നായിട്ട് കുറയുന്നത് കൊണ്ട്. ഇനി ഈ ഡ്രിങ്ക്സ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ പല്ലിലെ ഇനാമൽ നന്നായിട്ട് ഇറോഷൻ സംഭവിക്കും. അതായത് നമ്മുടെ പല്ലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇറോഷൻ്റെയും സെൻസിറ്റിവിറ്റിക്കും ഉള്ള കാരണം ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ടാണ്. രണ്ടാമതായിട്ട് ഇതിനകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഷുഗർ കണ്ടന്റ് ആണ്. അപ്പോൾ ഈ ഷുഗറും ഈ ആസിഡും കൂടെ ചേർന്നിട്ട് നമ്മുടെ പല്ലിൽ നല്ലപോലെ അങ്ങോട്ട് പ്രവർത്തിച്ചിട്ട് കേടുകൾ അങ്ങോട്ട് സ്റ്റാർട്ടാവും. കേടാവാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട. ഒരു ഹെവി മീല് കഴിച്ചതിന് ശേഷം നമ്മളിത് കുടിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നും അല്ലേ. ഒരു ഗ്യാസ് ഒക്കെ പോവും, നമ്മൾ ഭയങ്കര കുറച്ചുകൂടി എനർജറ്റിക് ആയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് വെറും ടെമ്പററി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വായിലെ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ വാ ക്ലീൻ ആക്കുകയോ ഒന്നും ഇത് ചെയ്യുന്നില്ല. ഇനി അടുത്തായിട്ട് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൽ തന്നെ കുറച്ച് സ്റ്റെയിൻസ്, കുറച്ച് കളർ കൂടിയ ചേട്ടന്മാരുണ്ട്, ലൈക്ക് നമ്മുടെ കോളേനെ പോലെ. അപ്പോൾ ഇവരെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ പല്ല് നന്നായിട്ട് സ്റ്റെയിൻ ആവും, അതൊരു കാര്യം. അതേപോലെ തന്നെ ഇറോഡായിട്ട്, അതായത് ഇറോഷൻ സംഭവിച്ച പല്ല് നല്ലപോലെ ഇത് സ്റ്റെയിൻ പിടിക്കുകയും ചെയ്യും. അതേപോലെ ഈ അസിഡിക് നേച്ചർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവ കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ വായിൽ കക്ക അല്ലെങ്കിൽ ഇത്തിള് പോലെ ഉള്ളതുണ്ടെങ്കിൽ അത് കുറെ കൂടെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കാനും ഫുഡിനെ ട്രാപ്പ് ചെയ്യാനുമായിട്ട് ഈ ഡ്രിങ്ക്സ് സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഓറൽ ഹെൽത്ത് കുറച്ചുകൂടെ ബാഡ് ആവും. ഇനി ഇതിന് പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിഹാരമുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഹെവി മീൽ കഴിച്ചതിന് ശേഷം ഒരു പ്ലെയിൻ വാട്ടർ കുടിക്കാം. ഇനി അതല്ല, ഇത് കുടിച്ചേ പറ്റൂ എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രോ യൂസ് ചെയ്ത് കുടിക്കാം. അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ പാർട്ടായ ഈ ഇനാമലിനെ ഇതിനെ ഇത്രയും നശിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഉള്ളിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കിക്കേ.